നാളെ വളരെ സുപ്രധാനമായ ഒരു പദ്ധതിയുടെ പ്രഖ്യാപനമാണ് സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്നത്. ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ പോവുകയാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന ആ പദ്ധതി നാളെയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്താണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി മുതൽ സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്കും സൗജന്യമാണ്. വനിതകളെ സംബന്ധിച്ച് അതിസുപ്രധാനമായ ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത്. തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് നടപ്പിലാവുക, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നോക്കാം ചില പ്രതികരണം. സ്ത്രീകളെ സംബന്ധിച്ച് അതെന്തായാലും ഒരു ബെറ്റർ ഒരു ചോയ്സ് ആണ്. പക്ഷേ അത് ദുരുപയോഗം കൂടെ ചെയ്യരുത്. കാരണം ഈ അടുത്ത് ഞാനൊരു ന്യൂസ് കണ്ടു. അതായത് കുറേ സ്ത്രീകൾ KSRTC ബസ്സിൽ കയറിയിട്ട് ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പക്ഷെ അത് അവരങ്ങനെ മുതലെടുക്കും തോറും സാധാരണക്കാരായ സ്ത്രീകൾക്ക് അതൊരു എന്താ പറയുക പ്രശ്നമായി മാറരുത്. അപ്പോൾ അത് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു സാധ്യത കൂടെ ഉണ്ട്. കാരണം വെച്ചെങ്കിൽ സൗജന്യ യാത്ര എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് എവിടം തൊട്ട് എവിടെ വരെ ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇത് അതായത് ഡെയിലി ലൈഫിലുള്ള ഒരു സ്ത്രീകൾക്ക് ഇത് എന്തായാലും ഒരു ബെറ്റർ ചോയ്സ് ആണ്. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് ഒരു കാര്യം കൂടെ. അതൊരു മുതലെടുക്കരുത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് പ്രയോജനപ്പെടും. പക്ഷെ മുതലെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുതലെടുക്കാത്തടത്തോളം കാലം ഇത് നല്ലൊരു തീരുമാനം. നല്ല കാര്യമാണ്. ഞങ്ങളെ പോലെയുള്ളവർക്ക് നല്ല കാര്യമാണ്. ഇപ്പം ഞാൻ 28 രൂപ കൊടുത്താണ് വീട്ടിൽ നിന്ന് ഹൈക്കോടതി വരാൻ വേണ്ടത്. എനിക്ക് ആ പൈസ കൊണ്ട് ചായ കുടിക്കാം. നല്ല കാര്യമാണത്. ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. അതുപോലെ തന്നെ നിർധനരായ സ്ത്രീകൾക്കും പിന്നെ പെട്ടെന്ന് നമുക്ക് പൈസ ഇല്ലാണ്ടൊക്കെ സാഹചര്യങ്ങൾ വരുമല്ലോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇത് വളരെയധികം ഉപകാരപ്പെടും. പൊതുവെ നോക്കുമ്പോൾ നല്ലതാണ്. അതായത് ചെറിയ എമൗണ്ടിന് വർക്ക് ചെയ്യുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. നമ്മൾ ഈ പബ്ലിക് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരെ അടുത്തറിയാം. 13,000 രൂപ 10,000 രൂപ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ലേഡീസ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടമാണ്, വലിയൊരു സഹായമാണ്. ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഒരു ലേഡീസിന്റെ വരുമാനം എന്ന് വെച്ചാൽ നല്ലൊരിതാണ്. അപ്പം അവർക്കത് ആ ഒരു എമൗണ്ട് ഒരു മാസം കുറഞ്ഞതൊരു 3,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ അവർക്ക് കൂടുതലായിട്ട് കിട്ടുകയാണ്, ഫാമിലിയിലേക്ക് കിട്ടുകയാണ്. അത് അവർക്ക് അവരുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാം, മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കാം. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു നേട്ടം, നല്ലൊരു ഇതാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. KSRTCനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വലിയൊരു KSRTCക്ക് അല്ല, സർക്കാരിന്. നമുക്കത് സർക്കാർ തരുമല്ലോ. സർക്കാരിന് അത് വലിയൊരു ബാധ്യതയാണ്. കാരണം നമ്മളിപ്പോൾ ഒരുവിധം ഇന്റർസ്റ്റേറ്റ് സർവീസ് വരെ ഉണ്ട് ഈ ഓർഡിനറിയിൽ വരുന്നത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ മാത്രമല്ല, ഈ ട്രാവൽ ചെയ്യുന്നത് നമ്മളെ ബസ്സിലെ യാത്രക്കാരിൽ ഒരു 70% ലേഡീസാണ് വരുന്നത്. അപ്പോൾ അത് സർക്കാരിന് വലിയൊരു ചെലവ് തന്നെയാണത്. വലിയൊരു ചെലവാണെങ്കിലും നല്ലൊരു ഇതായിട്ട് നമ്മൾ കാണുന്നു. അത് നല്ല ഇതാണ്. എന്നെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് പോപ്പർട്ട്, അത് ആവറേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അത് നല്ലതായിരിക്കും. പിന്നെ ഹൈ സാലറി ഉള്ളവർക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്നാലും എപ്പോഴും അത്യാവശ്യം ഇൻകം കിട്ടുന്ന ലേഡീസും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. എല്ലാവർക്കും ഒരേപോലെയാവും. ചിലർക്ക് യൂസ്ഫുൾ ആവും, ചിലർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഡെയിലി ലൈഫിൽ അങ്ങ് കിട്ടുന്ന ഒരു സുഖം പോലെ ഇരിക്കും. സ്ത്രീകൾ ഇന്ന് യാത്ര ചെയ്യുന്നവരാണ് കൂടുതലും, ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് എത്രയും നല്ല ഒരു കാര്യമാണ്, ഹെൽപ്പാണ്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഉപകാരമാകും. കടകളിൽ ജോലി കഴിയുന്നവർ, ഓഫീസിൽ പോകുന്നവർ ഒക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നവരാണല്ലോ കൂടുതലും. ഇന്ന് സ്ത്രീകളല്ലേ കൂടുതലും ജോലിക്ക് പോകുന്നവർ, ആരും വീട്ടിലിരിക്കുന്നവരില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ്. യെസ്, ഇതാണ് പ്രതികരണം. എന്തായാലും എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഈ തീരുമാനത്തെ. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യമാണ്. ചില തിരുത്തലുകളൊക്കെ വേണം, അത് നടക്കട്ടെ. എന്തായാലും സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്താണ്. വി അരുൺ തിരുവനന്തപുരത്തുണ്ട്. അരുൺ, എന്താണ് തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ, എങ്ങനെയാണ് നാളത്തെ ഉദ്ഘാടന ചടങ്ങുകൾ? ബസ്സിലൊക്കെ ഈ സ്റ്റിക്കർ പതിച്ചു കഴിഞ്ഞോ? സഹിത സൗജന്യ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. തിരുവനന്തപുരത്താണ് ഉദ്ഘാടനം. മുഖ്യമന്ത്രി VD സതീശൻ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്ത് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഏറെ പ്രതീക്ഷയോടുകൂടി കേരളത്തിലെ സ്ത്രീകൾ കാണുന്ന ഒരു പദ്ധതിയാണ്. അടുത്തിടെ വന്ന ഏറ്റവും സ്ത്രീപക്ഷമായ ഒരു പ്രഖ്യാപനമായി കൂടി കാണാം. ഇവിടെ
ഞാനുള്ളത് ഈസ്റ്റ് ഫോർട്ടിലെ ഡിപ്പോ KSRTC ഡിപ്പോയിലാണ്. ഇത്തരത്തിലിവിടെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന ഈ ബസ്സുകൾ രേഖപ്പെടുത്തും. ഇതല്ല ചില ബസ്സുകളിൽ സ്റ്റിക്കർ വൈകിയത് കൊണ്ടാണ് ഇങ്ങനെ പെയിന്റ് എഴുതേണ്ടി വന്നത്. സ്റ്റിക്കറും ചില ബസ്സുകളിലൊക്കെ സ്റ്റിക്കർ ഇതിനകം ആയിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റിക്കർ പതിച്ച ബസ്സുകളിലാണ് യാത്ര വരുന്നത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ആദ്യഘട്ടത്തിലെ യാത്ര. തിരുവനന്തപുരത്ത് 600ഓളം ഓർഡിനറി ബസ്സുകളാണ് KSRTCക്ക് ഉള്ളതെന്നാണ് കണക്ക്. ആ ബസ്സുകളിലൊക്കെ ആളുകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. മറ്റ് ജില്ലകളിലെ ബസ്സുകൾ, മലബാറിലാണ് ബസ്സുകളുടെ എണ്ണത്തിൽ കുറവുള്ളത്. തിരുവനന്തപുരത്ത് 687, കൃത്യമായി പറഞ്ഞാൽ 687 ഓർഡിനറി ബസ്സുകളുണ്ട്. ഇലക്ട്രിക് ബസ്സുകൾ ഉൾപ്പെടെ ഈ ഓർഡിനറി ബസ്സുകളാക്കി യാത്രയുണ്ട്. ഇവിടെ ഞാനുള്ള ഡിപ്പോയിൽ 31 ബസ്സുകളാണ് KSRTCക്ക് ഓർഡിനറിയായി ഉള്ളത്. കൊല്ലത്ത് 415, പത്തനംതിട്ടയിൽ 150, ആലപ്പുഴയിൽ പത്തനംതിട്ട ബസ്സുകളുടെ എണ്ണം കുറവാണ്, ചെറിയ ജില്ല കൂടിയാണ്. ഏതായാലും ആലപ്പുഴയിൽ 227 ബസ്, കോട്ടയത്ത് 162, ഇടുക്കിയിൽ 125, എറണാകുളത്ത് 325, തൃശ്ശൂരിൽ 153, പാലക്കാട് 122, മലപ്പുറത്താണ് ഏറ്റവും കുറവ് 98 ബസ്സുകൾ മാത്രമേ അവിടെ ഓർഡിനറി ഉള്ളൂ. നേരത്തെ വിവാദമായതാണ്. സർക്കാർ അതിന് പകരം സംവിധാനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും പ്രഖ്യാപനം നടപ്പാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വയനാടിലും ബസ്സുകളുടെ എണ്ണം കുറവാണ്. കണ്ണൂരിൽ 205, വയനാട് 172, കാസർഗോഡ് 128. അത്തരത്തിൽ ബസ്സുകൾ, ഓർഡിനറി ബസ്സുകൾ മലബാറിൽ കുറവാണ്. ഏതായാലും ഈ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടത്താം. ആ രീതിയിലാണ് നാളെ ഉദ്ഘാടനം നടത്തുന്ന ബസ്സിൽ ആദ്യ യാത്ര ഡ്രൈവറായി വരുന്നത് ഒരു വനിതയാണ്. അവർ KSRTC ആദ്യ വനിതാ ഡ്രൈവർ കൂടിയാണ്. അവരാണ് മുഖ്യമന്ത്രിയെ കൊണ്ടുപോകുന്ന ബസ്സിൽ ആദ്യമായ വാഹനം ഓടിക്കുന്നത്. അതിൻ്റെ കണ്ടക്ടറുമൊക്കെ നാളെ വനിതകളായിരിക്കും. പക്ഷേ മറ്റ് ബസ്സുകളിലും സ്വാഭാവിക പുരുഷ ജീവനക്കാരുമൊക്കെ ഉണ്ടാകും. ഏതായാലും ബസ്സിൽ കയറുമ്പോൾ യാത്രക്കാർക്ക് സീറോ വാല്യൂ ഉള്ള ഒരു ടിക്കറ്റ്, പ്രിയദർശിനി ടിക്കറ്റ് എന്നാണ് അതിന് പറയുന്നത്. യാത്രയുടെ പേരും പ്രിയദർശിനി, ഇന്ദിരാഗാന്ധിയുടെ പേര് ഓർപ്പിച്ചുകൊണ്ട് പ്രിയദർശിനി എന്നാണ് കോൺഗ്രസ് സർക്കാർ ഇട്ടേക്കുന്ന പേര്. ഏതായാലും ആ പ്രിയദർശിനി ടിക്കറ്റ് നൽകും. സീറോ ആണ് ടിക്കറ്റിൻ്റെ വാല്യൂ. ആ ടിക്കറ്റ് എടുത്ത് വേണം യാത്ര ചെയ്യാൻ. ഇലക്ട്രോണിക് വെൻഡിംഗ് മെഷീനിൽ നിന്ന് ആ ടിക്കറ്റ് നൽകും. സ്ത്രീകൾ ആയ ഡ്രൈവർമാർ നേരത്തെ KSRTCക്ക് ഉണ്ട്. ഇത് സ്വിഫ്റ്റ് ബസ്സാണ്, ആ യാത്രയാണ് പോകുന്നത്. ഈ സ്വിഫ്റ്റ് ബസ്സുകളും ചിലതിലൊക്കെ സൗജന്യ യാത്ര അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ പോകുന്ന ഈ കാണുന്ന ബസ് സൗജന്യ യാത്രയുള്ള ബസ്സല്ല, അതിൽ സ്റ്റിക്കർ ചെയ്ത ബസ്സുകൾക്ക് മാത്രമേ അത്തരത്തിൽ യാത്ര ചെയ്യാൻ കഴിയൂ. ഏതായാലും നാളെ രാവിലെ 9 മണിയോടുകൂടി ഉദ്ഘാടനം നടക്കും. മുഖ്യമന്ത്രിക്ക് പുറമെ ഗതാഗത മന്ത്രി അടക്കമുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. സ്റ്റിക്കറിംഗ് ബാക്കി കൂടി പൂർത്തിയാകാറുണ്ട് ഡിപ്പോകളിൽ. സ്റ്റിക്കർ അല്പസമയത്തേക്ക് എല്ലായിടങ്ങളും ഉച്ചയോടുകൂടി എല്ലായിടത്തും സ്റ്റിക്കർ ഒട്ടിക്കുന്ന നടപടികൾ പൂർത്തിയാക്കുമെന്ന് വ്യക്തമാകുന്നു. വലിയ രീതിയിലുള്ള വലിയ പ്രചരണമൊക്കെ ഈ ബസ്സുകളുടെ പുറകിലൊക്കെ സർക്കാരിൻ്റെ പരസ്യവുമൊക്കെ ഉണ്ട്. പ്രിയദർശി സൗജന്യ യാത്ര, സ്ത്രീ ശാക്തീകരണ പുതുയുഗ യാത്രയ്ക്ക് ശുഭാരംഭം KSRTCയുടെ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സന്ദേശം. CP ജോണും അതുപോലെ തന്നെ K മുരളീധരനും ശശി തരൂറും തുളസി മന്ത്രി ഒക്കെ പങ്കെടുക്കും ഈ പരിപാടിയിൽ. ഏതായാലും ആ യാത്ര നാളെ ആരംഭിക്കും. സ്ത്രീകൾ തന്നെ ഡ്രൈവർമാരായി എത്തുന്നുവെന്ന് പ്രത്യേകതയുണ്ട്. മിക്ക ബസ്സുകളിലും സ്ത്രീ ഡ്രൈവർമാരാണ് ഉള്ളത്. ഇവിടെ ഇതൊരു അത്തരത്തിലൊരു ബസ്സാണ്. അത്തരം ബസ്സുകളിലുമൊക്കെ സ്ത്രീകൾ തന്നെ ഡ്രൈവർമാരായും കണ്ടക്ടർമാരായും ഒക്കെ ഉണ്ടാകും. പ്രിയദർശിനി സൗജന്യ യാത്രയുള്ള ബസ്സാണ് ഇത്. നാളെ ഈ ബസ്സും സൗജന്യ യാത്രയൊക്കെ ഉണ്ടാവുന്നു. നാളെ രാവിലെ 9 മണി മുതൽ. ഇത് സാധാരണ ഇലക്ട്രിക് ബസ് ഓർഡിനറി ബസ്സായിട്ട് ഓടുന്നതാണോ? എത്ര ബസ്സുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് ഓടുന്നത് അറിയാമോ? ഏകദേശം 10-20 ബസ്സോളം ഉണ്ട്. സ്ത്രീകൾ തന്നെ കണ്ടക്ടറായിട്ടോ കൊണ്ടുവന്നു. ഇതിലും അങ്ങനെയാണോ? സ്ത്രീകൾ കണ്ടക്ടറും ഡ്രൈവറായിട്ടുണ്ട്. വലിയ പ്രതീക്ഷ ആളുകൾക്ക് മൊത്തത്തിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നല്ലൊരു ഇതല്ലേ സർക്കാർ തന്നെ. തീർച്ചയായിട്ടും ആളുകൾക്ക് സന്തോഷമായിരിക്കും. സ്ത്രീകൾക്ക് ശരിക്കും സന്തോഷമായിരിക്കും. അതുതന്നെയാണ്. ഇതൊരു പ്രിയദർശിനി ബസ്സിൻ്റെ ഡ്രൈവറാണ്. അവർ നാളെ തൊട്ട് സൗജന്യമായ ആളുകളെ കൊണ്ടുപോകും. അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കങ്ങളുമൊക്കെയാണ് ഇപ്പോൾ സൈത്ത് ഇവിടെ നടക്കുന്നത്. തിരുവനന്തപുരത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും VD സതീശൻ സർക്കാരിൻ്റെ, UDF സർക്കാരിൻ്റെ ഏറ്റവും കയ്യേടി നേടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ ലഭ്യമാവുന്ന ഒരു തീരുമാനം തന്നെയാണിത്. നാളെ ഏതായാലും അത് പുറത്തു വരികയാണ്. നാളെ ആ തീരുമാനം വരും. നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിലുണ്ട്. ആജ്ഞ, അല്പസമയം മുമ്പ് ആജ്ഞയോടാണ് അവിടെ നിരവധി സ്ത്രീജനങ്ങൾ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കുകയാണ്. എല്ലാവർക്കും സൗജന്യം നൽകേണ്ടതില്ല, ചിലർക്ക് മാത്രം മതി എന്ന നിലപാടൊക്കെ എടുക്കുന്നവരുമുണ്ട്. എന്തായാലും എങ്ങനെയാണ് പൊതുവിൽ ഇത് നൽകുന്ന ഒരു ആംബിയൻസ് എന്താണ്? ഒപ്പം ഇതിനുള്ള ക്രമീകരണങ്ങൾ, ടിക്കറ്റ് എടുക്കുന്ന ആ ക്രമീകരണങ്ങൾ അതെങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്? നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ സീറോ വാല്യൂ ഉള്ള ഒരു ടിക്കറ്റ് കൊടുക്കും, എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കും. അങ്ങനെ തന്നെയാണോ ആ ക്രമീകരണം? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.